ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഒരു പാർട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് ജോഗ്രഫിയാണ് പഠിക്കുന്നത്. അപ്പോൾ ജോഗ്രഫിയിൽ ഭൗമോപരിതലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. സ്ഥലമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ, ജലമണ്ഡലം അഥവാ ഹൈഡ്രോസ്ഫിയർ, അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ, ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. എത്രയൊക്കെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 4ആയിട്ട്. ഏതൊക്കെയാണ്? സ്ഥലമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ, ജലമണ്ഡലം അഥവാ ഹൈഡ്രോസ്ഫിയർ, അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ, ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, കാഠിന്യത്തിൻ്റെ പ്രതിരൂപങ്ങളായ വിശാല പീഠഭൂമികൾ, വലുതും ചെറുതുമായ താഴ്വരകൾ, അങ്ങനെ വൈവിധ്യമാർന്നതാണ് ഭൗമോ ഉപരിതലം. ആദ്യം നമുക്ക് ലിത്തോസ്ഫിയർ അഥവാ സ്ഥലമണ്ഡലത്തിനെ കുറിച്ച് പഠിക്കാം. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും കൂടിച്ചേർന്ന ഭാഗമാണ് സ്ഥലമണ്ഡലം. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥലമണ്ഡലം വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയിലെ എല്ലാ വൻകരകളെയും സമുദ്രങ്ങളെയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് സ്ഥലമണ്ഡലം. അപ്പോൾ സ്ഥലമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ വൻകരകളെയും സമുദ്രങ്ങളെയും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ്. ചെറുതോ സാമാന്യം വലിപ്പത്തിലോ ഉള്ള ഭൗമോ ഉപരിതല പ്രദേശങ്ങളാണ് ഭൂരൂപങ്ങൾ. അപ്പോൾ എന്താണ് ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ചെറുതോ സാമാന്യം വലിപ്പത്തിലോ ഉള്ള ഭൗമോ ഉപരിതല പ്രദേശങ്ങളെ പറയുന്ന പേരാണ് ഭൂരൂപങ്ങൾ. ഭൂരൂപീകരണ സഹായികളാണ് നദികൾ, ഭൂഗർഭജലം, ഹിമാനികൾ, തിരമാലകൾ, കാറ്റ് തുടങ്ങിയവ. ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമെട്രിക് പ്രോസസ്സസ്. എന്താണ് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ഭൂരൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമെട്രിക് പ്രോസസ്സസ്. ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. എന്താണ് ജിയോമോർഫോളജി എന്ന് പറയുന്നത്? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരാണ് ഭൂരൂപശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. അപ്പോൾ നമുക്ക് നദികൾ ഒഴുകുന്നത് മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. നദീമാർഗത്തിനെ 3ആയി തരംതിരിക്കാം. നദീമാർഗം അഥവാ റിവർ കോഴ്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഉപരിഘട്ടം അഥവാ അപ്പർ കോഴ്സ്, മധ്യഘട്ടം അഥവാ മിഡിൽ കോഴ്സ്, കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സ്. അങ്ങനെ 3ആയിട്ടാണ് നദീമാർഗത്തിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഉപരിഘട്ടം അഥവാ അപ്പർ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. കുത്തനെയുള്ള ചരിവിലൂടെയാണ് നദി ഒഴുകുന്നത്. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. അവസാദങ്ങൾ കുറവായിരിക്കും. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഉപരിഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. അവസാദങ്ങൾ കുറവായിരിക്കും. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്ന നദിയുടെ ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപരിഘട്ടം. ഇനി മധ്യഘട്ടം. അടിവാരത്തു കൂടി ഒഴുകുന്നു. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം. കൂടുതൽ അവസാദങ്ങൾ ഒഴുക്കിക്കൊണ്ടുവരുന്നു. മിയാണ്ടറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ മിയാണ്ടറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ്? മധ്യഘട്ടത്തിലാണ്. ഇനി കീഴ്ഘട്ടം. സമതല പ്രദേശത്തു കൂടി ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവം. നദിയിൽ അവസാദങ്ങളുടെയും ജലത്തിൻ്റെയും അളവ് വളരെ കൂടുതൽ.
പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ്? കീഴ്ഘട്ടത്തിലാണ്. അടുത്തടുത്തുള്ള രണ്ട് നദീവ്യവസ്ഥകളെ തമ്മിൽ വേർതിരിക്കുന്ന ഉന്നത പ്രദേശമാണ് നീർമറി പ്രദേശം അഥവാ വാട്ടർ ഷെഡ്. അപ്പം എന്താണ് നീർമറി പ്രദേശം അഥവാ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്? അടുത്തടുത്തുള്ള രണ്ട് നദീവ്യവസ്ഥകളെ തമ്മിൽ വേർതിരിക്കുന്ന ഉന്നത പ്രദേശമാണ്. ഇനി ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. നീർമറി പ്രദേശം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജലവിഭാജകം അഥവാ വാട്ടർ പാർട്ടിങ്. ജലവിഭാജകം അഥവാ വാട്ടർ പാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? നീർമറി പ്രദേശത്തിൻ്റെ മറ്റൊരു പേരാണ്. ആഴമുള്ളതും ഇടുങ്ങിയതുമായ നദീതാഴ്വര അറിയപ്പെടുന്ന പേരെന്താണ്? ഗിരികന്ധരങ്ങൾ അഥവാ ജോർജിയസ്. വൻ പാറക്കെട്ടുകളിൽ നദി സൃഷ്ടിക്കുന്ന ഇടുങ്ങിയതും വളരെ ആഴമുള്ളതുമായ താഴ്വര അറിയപ്പെടുന്ന പേരാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ അഥവാ ഗ്രാൻഡ് കാനിയൺസ്. എന്താണ് ബൃഹത് ഗിരികന്ധരങ്ങൾ അഥവാ ഗ്രാൻഡ് കാനിയൺസ് എന്ന് പറയുന്നത്? വൻ പാറക്കെട്ടുകളിൽ നദി സൃഷ്ടിക്കുന്ന ഇടുങ്ങിയതും വളരെ ആഴമുള്ളതുമായ താഴ്വര അറിയപ്പെടുന്ന പേര്. ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത് ഗിരികന്ധരം ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകളിലെ കൊളറാഡോ നദിയിലുള്ള ഗ്രാൻഡ് കാനിയോണാണ്. ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകളിലെ കൊളറാഡോ നദിയിലുള്ള ഗ്രാൻഡ് കാനിയോണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത് ഗിരികന്ധരം അഥവാ ഗ്രാൻഡ് കാനിയോൺ. നദിയുടെ ഉപരിഘട്ടത്തിൽ കിഴക്കാൻ തൂക്കായ ഒരു ചരിവിലൂടെ നദി കീഴേക്ക് പതിക്കുന്നതിന് പറയുന്ന പേരാണ് ജലപാതം അഥവാ വെള്ളച്ചാട്ടം അഥവാ വാട്ടർഫാൾ. അപ്പോൾ വാട്ടർഫാൾ അഥവാ വെള്ളച്ചാട്ടം, ജലപാതം തുടങ്ങിയവ ഏത് ഘട്ടത്തിലാണുള്ളത്? നദിയുടെ ഉപരിഘട്ടത്തിലാണ് ഉള്ളത്. ചാഞ്ഞ പ്രതലത്തിലൂടെ തട്ടിത്തടഞ്ഞ് വേഗത്തിലൊഴുകുന്ന നദീഭാഗമാണ് അതിദ്രുത നീർച്ചാട്ടം അഥവാ റാപ്പിഡ്സ്. എന്താണ് അതിദ്രുത നീർച്ചാട്ടം അഥവാ റാപ്പിഡ്സ് എന്ന് പറയുന്നത്? ചാഞ്ഞ പ്രതലത്തിലൂടെ തട്ടിത്തടഞ്ഞ് വേഗത്തിലൊഴുകുന്ന നദീഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് അഥവാ ജിസോപ്പ വെള്ളച്ചാട്ടം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലെ ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ വെള്ളച്ചാട്ടമാണ് വെനിസ്വേലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? വെനിസ്വേലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ്. നദി വൃത്താകൃതിയിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് വക്രവലയങ്ങൾ അഥവാ മിയാണ്ടേഴ്സ്. അപ്പോൾ എന്താണ് വക്രവലയങ്ങൾ അഥവാ മിയാണ്ടേഴ്സ് എന്ന് പറയുന്നത്? നദി വൃത്താകൃതിയിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് വക്രവലയങ്ങൾ. മിയാണ്ടർ എന്ന വാക്കിൽ ഉത്ഭവിച്ചത് തുർക്കിയിലെ ഏത് നദിയുടെ പേരിൽ നിന്നാണ്? മെൻഡറീസ് എന്ന നദിയുടെ പേരിൽ നിന്നാണ് മിയാണ്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചത്. വക്രവലയത്തിൻ്റെ ഭാഗം നദിയുടെ പ്രധാന ഒഴുക്കുചാലിൽ നിന്നും വേർപെട്ട് ഉണ്ടാകുന്ന നദീഭാഗം അറിയപ്പെടുന്നതാണ് ഓക്സ്ബോ തടാകം അഥവാ ഓക്സ്ബോ ലേക്ക്. അപ്പോൾ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് എന്താണ്? വക്രവലയത്തിൻ്റെ ഭാഗം നദിയുടെ പ്രധാന ഒഴുക്കുചാലിൽ നിന്നും വേർപെട്ടുണ്ടാകുന്ന നദീഭാഗമാണ് ഏത്? ഓക്സ്ബോ തടാകങ്ങൾ. അപ്പോൾ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും ഒക്കെ കാണുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ്? മധ്യഘട്ടത്തിലാണ്. വലിയ നദിയുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാണ്ടറുകൾ കാണപ്പെടാറുണ്ട്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ നദീതീരങ്ങളിൽ തൽഫലമായി രൂപപ്പെടുന്ന തിട്ടകൾക്ക് പറയുന്ന പേരാണ് തീരത്തിടിലുകൾ അഥവാ ലെവീസ്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂപ്രദേശം. എൻ്റെ പേരെന്താണ്? ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞത് എന്താണ്?
നദി വഹിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ നദീമുഖങ്ങളിൽ അടിഞ്ഞുകൂടി ത്രികോണാകൃതിയിൽ രൂപം കൊള്ളുന്ന ഭൂപ്രദേശമാണ് ഡെൽറ്റകൾ. നദിയും കടലും കൂടിച്ചേരുന്ന ആഴമുള്ള ഭാഗമാണ് അഴിമുഖം. ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അഴിമുഖം സൃഷ്ടിക്കുന്നവയാണ്. ഉദാഹരണം നർമ്മദ, താപ്തി. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അഴിമുഖം സൃഷ്ടിക്കുന്നവയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഡെൽറ്റയും സൃഷ്ടിക്കുന്നു. ഉദാഹരണം ഗോദാവരി, കാവേരി. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അഴിമുഖം സൃഷ്ടിക്കുന്നു. ഉദാഹരണം നർമ്മദ, താപ്തി. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഡെൽറ്റയും സൃഷ്ടിക്കുന്നു. അതിനുദാഹരണം ഗോദാവരി, കാവേരി. ജലം കടത്തിവിടാനുള്ള ഒരു ശിലയുടെ കഴിവിനെ പറയുന്ന പേരാണ് അന്തർവ്യാപകത്വം അഥവാ പെർമിയബിലിറ്റി. അപ്പം എന്താണ് അന്തർവ്യാപകത്വം എന്ന് പറഞ്ഞാൽ? ജലം കടത്തിവിടാനുള്ള ഒരു ശിലയുടെ കഴിവ്. അതിനെയാണ് അന്തർവ്യാപകത്വം അഥവാ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ജലത്തെ ധാരാളമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന മണൽ, ചരൽ, മണൽക്കല്ല് എന്നീ ശിലാരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് അക്വിഫറുകൾ. എന്താണ് അക്വിഫറുകൾ എന്ന് പറഞ്ഞാൽ? ജലത്തെ ധാരാളമായി ഉൾക്കൊള്ളാൻ കഴിവുള്ള മണൽ, ചരൽ, മണൽക്കല്ല് എന്നീ ശിലാരൂപങ്ങളെ വിളിക്കുന്ന പേരാണ്. ഇനി ഭൂമിക്കുള്ളിൽ ഉത്ഭവിച്ച് ബാഹ്യ പ്രേരണകളില്ലാതെ സ്വയം ബഹിർഗമിക്കുന്ന ജലത്തിന് പറയുന്ന പേരാണ് നീരുറവ അഥവാ സ്പ്രിങ്സ്. നീരുറവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്കുള്ളിൽ ഉത്ഭവിച്ച് ബാഹ്യ പ്രേരണകളില്ലാതെ സ്വയം ബഹിർഗമിക്കുന്ന ജലത്തിന് പറയുന്ന പേരാണ് നീരുറവ അഥവാ സ്പ്രിങ്സ്. ഭൂമിക്കുള്ളിൽ നിന്നും അനസ്യൂതം ചൂട് ജലം ബഹിർഗമിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ചൂട് നീരുറവകൾ അഥവാ ഹോട്ട് സ്പ്രിങ്സ്. ഇന്ത്യയിലെ ചില ചൂട് നീരുറവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മണികിരൺ. മണികിരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ കുളുവിലാണ് മണികിരൺ ഉള്ളത്. ജ്വാലാമുഖി. ജ്വാലാമുഖി ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലാണ് ഉള്ളത്. രാജ്ഗീർ ബീഹാറിലെ പാറ്റ്നയിൽ സ്ഥിതി ചെയ്യുന്നു. സിറ്റാൽകുണ്ട് ബീഹാറിലെ മോംഗീറിൽ സ്ഥിതി ചെയ്യുന്നു. മണികിരൺ, ജ്വാലാമുഖി, രാജ്ഗീർ, സിറ്റാൽകുണ്ട്. ഇനി ഭൂഗർഭ ഗുഹകൾ. എന്താണ് ഭൂഗർഭ ഗുഹകൾ എന്ന് പറയുന്നത്? ഭൂഗർഭജലമോ അരുവികളോ ചുണ്ണാമ്പു ശിലകളിൽ ഉണ്ടാക്കുന്ന പൊള്ളയായ ഭാഗമാണ് ഭൂഗർഭ ഗുഹകൾ. ഇനി സ്റ്റാലക്ടൈറ്റ്. എന്താണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്? ഒരു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് ഞാന്ന് കിടക്കുന്ന ചുണ്ണാമ്പ് കല്ല് നിക്ഷേപങ്ങൾ പറയുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റ്. ഒരു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് ഞാന്ന് കിടക്കുന്ന ചുണ്ണാമ്പ് കല്ല് നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാലക്ടൈറ്റ്. ഒരു ഗുഹയുടെ അടിഭാഗത്ത് നിന്നും മുകളിലോട്ട് തള്ളി നിൽക്കുന്ന ചുണ്ണാമ്പ് കല്ല് നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാലഗ്മൈറ്റ്. എന്താണ് സ്റ്റാലഗ്മൈറ്റ് എന്ന് പറയുന്നത്? ഒരു ഗുഹയുടെ അടിഭാഗത്ത് നിന്നും മുകളിലോട്ട് തള്ളി നിൽക്കുന്ന ചുണ്ണാമ്പ് കല്ല് നിക്ഷേപങ്ങൾ. ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ് സിമാന്ദ്രയിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള ബോറാ ഗുഹകൾ. ബോറാ ഗുഹകൾ ഏതിന് ഉദാഹരണമാണ്? ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമാണ്. എവിടെയാണ് ബോറാ ഗുഹകൾ കാണപ്പെടുന്നത്? സീമാന്ദ്രയിലെ വിശാഖപട്ടണത്തിന് അടുത്തായിട്ടാണ് ബോറാ ഗുഹകൾ കാണപ്പെടുന്നത്. ശാശ്വതമായി ഹിമകവചിതമായിരിക്കുന്ന പ്രദേശമാണ് ഹിമപ്പാടം അഥവാ ഐസ് ഫീൽഡ്. എന്താണ് ഹിമപ്പാടം അഥവാ ഐസ് ഫീൽഡ് എന്ന് പറയുന്നത്? ശാശ്വതമായി ഹിമകവചിതമായിരിക്കുന്ന പ്രദേശം. ഇനി ഹിമാനികൾ അഥവാ ഹിമസംഹതി അഥവാ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നദി പോലെ മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കട്ടിമഞ്ഞിൻ്റെ ബൃഹത് പിണ്ഡമാണ് ഹിമാനി അഥവാ ഹിമസംഹിതി അഥവാ ഗ്ലേസിയർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി ഏതാണ്? സിയാച്ചിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി സിയാച്ചിൻ. ഇനി തിരമാലകളുടെ അപരദനം, നിക്ഷേപണം എന്നിവയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് കടൽ തീര ഭൂരൂപങ്ങൾ.
അപ്പോൾ കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തിരമാലകളുടെ അപരദനം, നിക്ഷേപണം തുടങ്ങിയവയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഇവയെ രണ്ടായിട്ട് തിരിക്കാം. പാറക്കെട്ടുകൾ നിറഞ്ഞവ അഥവാ റോക്കി കോസ്റ്റ്, പാറക്കെട്ടുകൾ അല്ലാത്തവ അഥവാ നോൺ റോക്കി കോസ്റ്റ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ അഥവാ സീ ക്ലിഫ്സ്. അപ്പം എന്താണ് സീ ക്ലിഫ്സ് അഥവാ കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകൾ. അപ്പം ഇതിന് ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തീരത്ത് കാണുന്ന കടൽ തീര ക്ലിഫുകൾ. ഇനി കടൽ തീരത്ത് എഴുന്നു നിൽക്കുന്ന തൂണുകൾ പോലെയുള്ള ശിലാരൂപങ്ങളെ പറയുന്ന പേരാണ് സ്തംഭങ്ങൾ അഥവാ സ്റ്റാക്സ്. അപ്പം എന്താണ് സ്തംഭങ്ങൾ അഥവാ സ്റ്റാക്സ് എന്ന് പറയുന്നത്? കടൽ തീരത്ത് എഴുന്നു നിൽക്കുന്ന തൂണുകൾ പോലെയുള്ള ശിലാരൂപങ്ങൾ. അതിന് ഉദാഹരണമാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കടൽ തീരത്ത് കാണപ്പെടുന്ന സ്തംഭങ്ങൾ. തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ബീച്ചുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ബീച്ചുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ടാണ്. ഇനി വരുന്നത് കാറ്റുമൂലം രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ്. കാറ്റുമൂലം രൂപം കൊള്ളുന്ന ശീർഷതലത്തോടു കൂടിയ കൂനയോ തിട്ടയോ കുന്നോ അറിയപ്പെടുന്ന പേരാണ് മണൽക്കുന്നുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ്. അപ്പം എന്താണ് മണൽക്കുന്നുകൾ എന്ന് പറയുന്നത്? കാറ്റുമൂലം രൂപം കൊള്ളുന്ന ശീർഷതലത്തോടു കൂടിയ കൂനയോ തിട്ടയോ കുന്നോ അറിയപ്പെടുന്ന പേരാണ്. കാറ്റിൻ്റെ പ്രവർത്തനത്താൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നിന് പറയുന്ന പേരാണ് ബർഖൻ. എന്താണ് ബർഖൻ എന്ന് പറയുന്നത്? കാറ്റിൻ്റെ പ്രവർത്തനത്തിനാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഉണ്ടാകുന്ന മണൽക്കുന്നിന് പറയുന്ന പേര്. ഇന്ത്യയിലെ ബർഖൻ കാണപ്പെടുന്നത് രാജസ്ഥാനിലെ താർ മരുഭൂമിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ബർഖൻ കാണപ്പെടുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ താർ മരുഭൂമിയിലാണ്. അത് ഒരേ ദിശയിൽ സ്ഥിരമായി കാറ്റ് വീശുന്നത് മൂലമാണ് ബർഖൻ രൂപം കൊള്ളുന്നത്. കാറ്റ് പറത്തിക്കൊണ്ട് വരുന്നതും 0.05 മില്ലിമീറ്ററിലും താഴെ വ്യാസമുള്ളതുമായ സൂക്ഷ്മ ധൂളികൾ വീണടിഞ്ഞുണ്ടാകുന്ന നിക്ഷേപമാണ് ലോയസ്. അപ്പോൾ എന്താണ് ലോയസ് എന്ന് പറയുന്നത്? കാറ്റ് പറത്തിക്കൊണ്ട് വരുന്നതും 0.05 മില്ലിമീറ്ററിലും താഴെ വ്യാസമുള്ളതുമായ സൂക്ഷ്മ ധൂളികൾ വീണടിഞ്ഞുണ്ടാകുന്ന നിക്ഷേപം. ഇനി ഹിമാനികളുടെ ചലനം മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. സിർക്കുകൾ. എന്താണ് ഈ സിർക്കുകൾ എന്ന് പറയുന്നത്? ഹിമാനികളുടെ അപരദന ഫലമായിട്ട് വ്യത്യസ്തങ്ങളായ താഴ്വരകൾ രൂപം കൊള്ളുന്നു. അതിൽ ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ പറയുന്ന പേരാണ് സിർക്കുകൾ. അപ്പം എന്താണ് സിർക്കുകൾ? ഹിമാനികളുടെ അപരദന ഫലമായിട്ട് ചാരുകസേരയുടെ രൂപത്തിൽ ഉള്ള താഴ്വരകൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് സിർക്കുകൾ എന്ന് പറയുന്നത്. ഇനി മൊറൈനുകൾ. എന്താണ് മൊറൈനുകൾ എന്ന് പറയുന്നത്? ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമത്താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. അപ്പോൾ ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമത്താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങൾക്ക് പറയുന്ന പേരാണ് മൊറൈനുകൾ. അപ്പം എത്രയാണ് സ്ഥലമണ്ഡലം അഥവാ ലിത്തോസ്ഫിയറിൽ ഉള്ളത്. ഇനി അടുത്തത് വരുന്നത് ജലമണ്ഡലം അഥവാ ഹൈഡ്രോസ്ഫിയർ. ഭൂമിയുടെ ജലമണ്ഡലത്തിനുള്ളിൽ ജലത്തിൻ്റെ വാതക ദ്രാവക ഖര രൂപത്തിലുള്ള ചാക്രിക സഞ്ചാരമാണ് ജലചക്രം. സമുദ്രങ്ങളിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും ഉപരിതലത്തിനടിയിലൂടെയും ജീവജാലങ്ങളിലൂടെയും ജലം നിരന്തരം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ആകെ ജലത്തിൻ്റെ 71% സമുദ്രത്തിലാണ് ഉള്ളത്. സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 4 കിലോമീറ്ററാണ്. ഭൂമിയിലെ സമുദ്രഭാഗത്തെ 5 സമുദ്രങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ സമുദ്രം, ആർട്ടിക് സമുദ്രം. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ സമുദ്രം, ആർട്ടിക് സമുദ്രം. അപ്പോൾ സമുദ്രങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായ പർവ്വതനിരകൾ
അഗാധ ഗർത്തങ്ങൾ, വിശാല സമതലങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ട്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെ 4 പ്രധാന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. വൻകരത്തട്ട്, വൻകര ചരിവ്, അഗാധ സമുദ്ര സമതലങ്ങൾ, സമുദ്രാന്തർ ഗർത്തങ്ങൾ. ഏതൊക്കെയാ? വൻകരത്തട്ട്, വൻകര ചരിവ്, അഗാധ സമുദ്ര സമതലങ്ങൾ, സമുദ്രാന്തർ ഗർത്തങ്ങൾ. ഇനി ഗയോട്ടുകൾ. എന്താണ് ഗയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? മുകൾ ഭാഗം പരന്ന കടൽ കുന്നുകളാണ് ഗയോട്ടുകൾ. മുകൾ ഭാഗം പരന്ന കടൽ കുന്നുകൾക്ക് പറയുന്ന പേരാണ് ഗയോട്ടുകൾ. അറ്റോൾ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകളാണ് അറ്റോളുകൾ. അപ്പം എന്താണ് അറ്റോൾ എന്ന് പറയുന്നത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴ ദ്വീപുകൾ. ഇനി ഉയർന്ന ലവണാംശമുള്ള ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ടർക്കിയിലെ ലേക്ക് വാൻ, ചാവുകടൽ, ഗ്രേറ്റ് സാൾട്ട് ലേക്ക്. ഏതൊക്കെയാണ്? ടർക്കിയിലെ ലേക്ക് വാൻ, ചാവുകടൽ, ഗ്രേറ്റ് സാൾട്ട് ലേക്ക്. ഇതാണ് ഉയർന്ന ലവണാംശമുള്ള ജലാശയങ്ങൾ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നത് കാനഡയിലെ നോവസ്കോഷ്യയിലെ ഫാൻഡി ഉൾക്കടലിലാണ്. എവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നത്? കാനഡയിലെ നോവസ്കോഷ്യയിലെ ഫാൻഡി ഉൾക്കടലിലാണ്. എത്രയാണ് ജലമണ്ഡലത്തിൽ ഉള്ളത്? ഇനി വരുന്നത് അന്തരീക്ഷ മണ്ഡലം അഥവാ അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ സ്ഥിരവാതകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ തുടങ്ങിയവയാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 78.08% അന്തരീക്ഷത്തിലുള്ളത്. രണ്ടാമത് വരുന്നത് ഓക്സിജൻ 20.95%, അതായത് 21% എന്ന് പറയാം. പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.36% അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനം അന്തരീക്ഷത്തിലുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 0.036% ഉള്ളത്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ അന്തരീക്ഷത്തിലുള്ളത് എന്താണ്? ജലബാഷ്പമാണ്, വാട്ടർ വേപ്പർ. തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ ഘടകമാണ് ജലബാഷ്പം. കാലദേശ ഭേദങ്ങൾക്കനുസൃതമായി അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവിൽ വ്യത്യാസം കണ്ടുവരുന്നു. ഉയരം കൂടുന്തോറും ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ജലബാഷ്പത്തിൻ്റെ അളവ് ഉയരം കൂടുന്തോറും കുറഞ്ഞു വരുന്നു. ഇനി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മറ്റൊരു വസ്തുവാണ് പൊടിപടലങ്ങൾ അഥവാ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അന്തരീക്ഷത്തിൽ ഘനീകരണ മർമ്മങ്ങളായി വർത്തിക്കുന്ന പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ എങ്ങനെയാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്? അന്തരീക്ഷത്തിൽ ഘനീകരണ മർമ്മങ്ങളായി വർത്തിക്കുന്ന പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ചിട്ടാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനിയുള്ളത് അന്തരീക്ഷത്തിലെ പാളികളാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഉപരിതലത്തിൽ പൊതുവെ രണ്ടായി തരച്ചിരിക്കുന്നു: ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും. അപ്പോൾ ഹോമോസ്ഫിയറിനെ ഊഷ്മവ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹോമോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്ഫിയർ. ഇനി വരുന്നത് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ആണ്. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ജൈവമണ്ഡലം മറ്റു മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജൈവമണ്ഡലവും അവയുടെ ഘടകങ്ങളും പരിസ്ഥിതിയുടെ പ്രധാന ഭാഗങ്ങളാണ്. ഇവ പ്രകൃതിയിലെ ഘടകങ്ങളായ കര, ജലം, മണ്ണ് എന്നിവയുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അന്തരീക്ഷ ഘടകങ്ങളായ ചൂട്, മഴ, ഈർപ്പം, സൂര്യപ്രകാശം എന്നിവയും ഇവയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നു. ജീവജാലങ്ങളുടെ വളർച്ച, വികാസം, പരിണാമം എന്നിവയിൽ ജൈവമണ്ഡലത്തിന് കര, വായു, ജലം എന്നിവയുമായുള്ള ഇടപെടലുകൾക്ക് പ്രാധാന്യമുണ്ട്. ഒരു നിശ്ചിത ആവാസ സ്ഥലത്ത് ഒരു പ്രത്യേക ജീവിവർഗം തങ്ങളുടെ ചുറ്റുപാടുള്ള അജീവീയ ഘടകങ്ങളുമായി പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി കര, ജലം, വായു എന്നീ മണ്ഡലങ്ങളിൽ നിയതമായ ഊർജ, ദ്രവ്യ, ചാക്രിക പ്രവാഹങ്ങൾ രൂപപ്പെടുന്നതാണ് ആവാസ വ്യവസ്ഥകൾ അഥവാ ഇക്കോളജിക്കൽ സിസ്റ്റം. അപ്പം ഇത്രയാണ് ഭൗമോ ഉപരിതലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ ഇതിനകത്ത് സമുദ്രങ്ങളെക്കുറിച്ചും കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ.